വാക്കിന് അതിൻ്റെ ഒരു പവറുണ്ട്. നെഗറ്റീവ് വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് നെഗറ്റീവ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അത് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു അനുഭവം ഷെയർ ചെയ്യാം. ഞാൻ കോവിഡിനൊക്കെ മുമ്പ് ആഫ്രിക്കയിൽ കെനിയ, ഉഗാണ്ടയിലൊക്കെ ധ്യാനം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള വിൻസെൻ്റ് സഭയിലെ ഒരു ജോസഫ് അച്ഛനാണ് ധ്യാനങ്ങളൊക്കെ ക്രമീകരിച്ചത്. നമുക്ക് നമ്മുടെ കൂടെ കൗൺസിലിംഗ് നടത്തുന്ന ഒരു സിസ്റ്ററിനെ നിങ്ങൾ കാണും. സിസ്റ്ററിൻ്റെ റിലേറ്റീവാണ് അച്ഛൻ. അപ്പോൾ ഞങ്ങളിവിടെ ധ്യാനം നടത്തുന്ന അവസരം ആ ധ്യാനകേന്ദ്രം അന്നൊരു ചെറിയ ധ്യാനകേന്ദ്രമായിരുന്നു. ഇന്ന് വലിയ ധ്യാനകേന്ദ്രമായിട്ട് അച്ഛനെല്ലാം പണിതു. അച്ഛനിപ്പോൾ അവിടെ നിന്ന് മാറി അച്ഛൻ പഠിക്കുകയാണ്. ഇപ്പം വന്ന് ഞങ്ങൾ ഞാനവിടെ 5 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. 17,000 പേര് പങ്കെടുത്ത വലിയ കൺവെൻഷൻ. ബ്ലാക്സ്, കറുത്തവർക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കൺവെൻഷനായിരുന്നു. ബട്ട് ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ, ഞാനും അച്ഛനോട് പുറത്ത് പോകുമ്പോൾ അച്ഛനൊരു സങ്കടം പറഞ്ഞു. അതായത് ധ്യാനകേന്ദ്രത്തിന് മതിൽ ഗേറ്റ് ഇറങ്ങി വരുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബാറുണ്ട്. ഒരു 2 നില ബിൽഡിങ്, ബാറ്, ക്ലബ്ബ്, ഡാൻസിൻ്റെ ക്ലബ്ബും ഒക്കെയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സഹോദരൻ ഒരു ക്രിസ്ത്യാനിയാണ് നടത്തുന്നത്. അത് തുടങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ ക്ലബ്ബ്, മദ്യശാല നടത്തരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എൻ്റെ വാക്ക് കേട്ടില്ല. ഇത് തുടങ്ങി എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഏകദിന കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ആളുകൾ പോകുമ്പോൾ അവിടുത്തെ മനുഷ്യരല്ലേ, ആണുങ്ങളൊക്കെ പോയി ക്ലബ്ബിൽ പോയി മദ്യപിക്കുകയും ഒക്കെ ചെയ്യും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ അതിന് പണിയുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ കൂടെ കൂടിയാൽ മതി, നമുക്ക് പണിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് ഞാനും അച്ഛനും പറഞ്ഞ് കൈ നീട്ടി പിടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൈ നീട്ടി പിടിച്ചു. കൈ നീട്ടി പറഞ്ഞു, നിന്നിൽ നിന്ന് ആരും ഇനി ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ. ആ കെട്ടത്തെ നോക്കി ആ വചനം പറഞ്ഞു. യേശുനാമത്തിൽ ആ ശാപത്തിൻ്റെ വാക്കം കൊണ്ട് വിട്ടു. പിന്നെ അച്ഛനും ഞാൻ എപ്പോൾ പോകാൻ നിർത്തും അച്ഛൻ പറഞ്ഞു, അച്ഛൻ വണ്ടി നിർത്ത, ശരിക്കും കൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ സംഭവിച്ചതെന്നറിയാവോ? സംഭവിച്ചത് അത്ഭുതമായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. 1 മാസം കഴിഞ്ഞ് കാണും ഈ മനുഷ്യൻ്റെ കടബാധ്യത ഉണ്ടായിരുന്നു. 2 ജപ്തിയെല്ലാം കൂടെ വന്ന് ഇതെല്ലാം കൂടെ മൊത്തം ജപ്തി ചെയ്തു. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അച്ഛൻ അവധിക്ക് വന്നപ്പോൾ ധ്യാനിക്കാൻ വന്നായിരുന്നു. അച്ഛൻ എന്തിനും പറഞ്ഞു, ബ്രദറെ, അച്ഛൻ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. ആ മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ആൾ മരിച്ചും പോയി. ആൾ പോയി, അതെല്ലാം നഷ്ടപ്പെട്ടേക്ക് കണ്ടോ. ഞാൻ പറഞ്ഞ നെഗറ്റീവ് വാക്കാണത്. നിന്നിൽ നിന്ന് ആരും ഇനി ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ. ഈ വചനം നെഗറ്റീവാണ്. ഇത് നമ്മൾ കൊടുത്താൽ നെഗറ്റീവ് ഫലം തന്നെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു അനുഭവം ഷെയർ ചെയ്താ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വ്യക്തമായോ? ശാപം എന്ന് പറയുന്നൊരു കേഴ്സസ് എന്ന് പറയുന്നതൊരു യാഥാർത്ഥ്യമാണ്, ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. അത് അപ്പൻ്റെ അമ്മയുടെയും ശാപം വീണാൽ, അവരുടെ കണ്ണുനീര് വീണാൽ, അല്ലെ ഗുരുക്കന്മാരുടെ, പിതാക്കന്മാരുടെ, വൈദികരുടെ, അല്ലെ ദൈവ മനുഷ്യരുടെ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ശാപവും കണ്ണുനീരും ഒക്കെ വീണാൽ അത് ഇരിപ്പതാണ്, തീർന്നു പോകും. വിടുതൽ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങനൊരു മേഖല പറയാനല്ല ഇവിടെ നിന്നത്. ഞാൻ വിശ്വാസത്തെക്കുറിച്ചൊരു മെസ്സേജ് പറയാൻ നിന്നാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വേറെ ലെവലാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ സമൂഹത്തിൽ ആർക്കൊക്കെ ഇന്ന് ശക്തമായ ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ, കേഴ്സസ് നിന്ന് ഒരു മോചനം കർത്താവ് ഇന്ന് തരാനായിട്ട് പോവുകയാണ്. ഒന്ന് കൈയിട്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന് മേലുള്ള അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളെ ഇന്ന് നമ്മൾ ആരാധനയിൽ തകർത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന് മേല്, മക്കളുടെ മേല് ഉള്ള അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ, സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയില്ല, ദുർമരണങ്ങൾ, അപകടമരണങ്ങൾ, ആത്മഹത്യകൾ, എന്തു തൊട്ടാലും നഷ്ടം, തീരാ രോഗങ്ങൾ, കടഭാരങ്ങൾ, തകർച്ചകൾ അനേക കുടുംബങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഇതൊന്നും ചുമ്മാ സംഭവിക്കുന്നല്ല. അതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടൊരു കാരണമുണ്ട്. ആ കാരണം ഉള്ളതുകൊണ്ടാണ്. ചില പറയാറുണ്ട്, ബ്രദറെ, എത്ര അധ്വാനിച്ച് വീട്ടിൽ കൊണ്ട് പെട്ടിയിൽ എത്ര രൂപ വെച്ചാലും എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല, എല്ലാം ചിലവായി പോകും, ഒന്നും മിച്ചമില്ല. അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് കർമ്മത്തിൽ കാണിച്ചേ. ഉണ്ടോ? മിച്ചമില്ല. എവിടെ ഈ പൈസ വന്നിട്ട്? ഒന്നുകിൽ രോഗമായിട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖല ഈ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണം, അതിന് ഡെലിവറൻസ് ഉണ്ടെന്നാൽ ഓക്കെ, ആ മേഖല ഫ്രീ ആയി. ചില കുടുംബങ്ങളിൽ മക്കൾക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ഒറ്റ ഒരെണ്ണത്തിന് ജോലി കിട്ടത്തില്ല. ചില കുടുംബങ്ങളിൽ സമ്പത്തുണ്ട്, പക്ഷെ മക്കൾക്കൊന്നും വിദ്യാഭ്യാസം കാണത്തില്ല, ഒരു പഠിത്തവും കാണത്തില്ല. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, വിദ്യാഭ്യാസം കാണില്ല, വിവരവും കാണില്ല.
ചിലര് ഏത് വഴിക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം തടസ്സം തടസ്സം, ഒരു നീക്കവുമില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ശരിയാണോ? എത്രയോ മനുഷ്യരായി ഇതുപോലെ കഷ്ടപ്പെടുന്നു. അതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. ഒരുപക്ഷെ ആ കാരണം ചിലപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരും, ചിലപ്പം കർത്താവ് വെളിപ്പെടുത്തത്തില്ല. പക്ഷെ ആ കാരണത്തിൻ്റെ മേൽ കർത്താവ് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരിക്കൽ ധ്യാനിക്കാൻ വന്നൊരു സിസ്റ്റർ, ആ സിസ്റ്റർ സ്വന്തം ആങ്ങളെയും കൊണ്ടാണ് ധ്യാനിക്കാൻ വന്നത്. ആങ്ങളയ്ക്ക് ആത്മഹത്യ ചെയ്യണം, ഒറ്റ ചിന്തയുള്ളൂ, ആത്മഹത്യ ചെയ്യണം, മരിക്കണം എന്നുള്ള ചിന്തയാണ്. ഞാൻ സംസാരിച്ച് സിസ്റ്ററുമായിട്ട് സംസാരിച്ചൊരു 3 മാസം അദ്ദേഹം ഇവിടെ വന്ന് ധ്യാനിച്ചിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്ററിൻ്റെ വല്യപ്പൻ ആത്മഹത്യ ചെയ്ത ചോദിച്ച് പറഞ്ഞതുപോലെ സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ മൊത്തം 8 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. 8 ആത്മഹത്യകൾ സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആങ്ങളയ്ക്ക് ആത്മഹത്യകളെന്ന് ഒറ്റ ചിന്തയുള്ളൂ. സംഭവം എന്താ? അതായത് സൂയിസൈഡ് ടെൻഡൻസി കൊടുക്കുന്ന, ആത്മഹത്യക്കുള്ള പ്രേരണ കൊടുക്കുന്ന ആ ഒരു ആത്മാവ് ഈ വ്യക്തിയിൽ പ്രവേശിച്ചിരിക്കുക. അവരുടെ കുടുംബത്തിൽ മൊത്തം 8 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അപകടമരണങ്ങൾ. എത്രയോ പേർ അപകടമരണം സംഭവിക്കുന്നു, ദുർമരണങ്ങൾ. ഇതിൻ്റെയൊക്കെ പിന്നെ കാരണമുണ്ട്. ചുമ്മാ ഇതൊന്നും സംഭവിക്കത്തില്ല. ഒരു കാരണം അതിൻ്റെ പിന്നീട്, ആ കാരണം സാത്താൻ അവകാശമായിട്ട് എടുക്കുകയാണ്. അവിടെ അവൻ പ്രവർത്തിക്കും. ഇതൊരു ആത്മീയ സത്യമാണ്. അപ്പം ഇതേക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനത്തിൻ്റെ മേല് ലോകത്തിൻ്റെ അരൂപി സാത്താന്യ ശക്തികളിട്ടിരിക്കുന്ന ശാപത്തിൻ്റെ ചങ്ങലകൾ തകർക്കപ്പെടണം. ദൈവജനത്തിൻ്റെ മേലുള്ള അനുഗ്രഹം, ഉയർച്ച, അഭിവൃദ്ധി, നന്മ തടയുന്ന സകല തിന്മയുടെ ശക്തികളും ബന്ധിക്കപ്പെടണം. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടാൽ ജനം സ്വതന്ത്രമാകും. ഇതൊരു സത്യമാണിത്, ഒരു ആത്മീയ സത്യമാണിത്. ഹല്ലേലൂയ. വിടുതലേക്ക് വരേണ്ടിയിരിക്കുന്നു. അനേക കുടുംബങ്ങൾക്ക് കർത്താവ് വിടുതൽ ഒരുക്കുകയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, വഴിമുട്ടിയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വഴി കർത്താവ് തുറക്കാനായിട്ട് പോവുകയാണ്. തുറക്കുമോ? ഉറപ്പാ. യെശയ്യാ 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു, അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. യേശു തുറന്നാൽ തുറന്നതാ, അവൻ അടച്ചാൽ അടച്ചതാ. ഹല്ലേലൂയ. അവൻ അടച്ചാൽ അടച്ചത്. നമുക്ക് മുമ്പിൽ ഒരു വാതിൽ അവൻ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പറ്റത്തില്ല. അവൻ തുറന്നാലോ പിന്നെ ആർക്കും ആ വാതിൽ അടയ്ക്കാനായിട്ട് പറ്റത്തില്ല. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും, അതായത് കർത്താവ് യേശുക്രിസ്തു, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു. ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അധികാരം. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഹല്ലേലൂയ. ശക്തമായൊരു തിരുവചനമാണ്. ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു, അവൻ തുറന്നാൽ തുറന്നതാ, അവൻ അടച്ചാൽ അടച്ചതാ. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി വാതിലുകൾ ഇന്ന് തുറക്കാനായിട്ട് പോയി. നമ്മുടെ മുമ്പിൽ അടഞ്ഞ സകല വാതിലുകളും കർത്താവ് തുറക്കും. ആര് വാതിലടച്ചാലും ആ വാതിൽ കർത്താവ് തുറക്കും. കർത്താവ് നമ്മളെ ഉയർത്തിയാൽ നമ്മളെ വലിച്ചു താഴേക്ക് ഇടുവാൻ, താഴെയാക്കുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് ഉയർത്തിയാൽ ഉയർത്തിയത് തന്നെയാണ്. ഹല്ലേലൂയ. യേശു നിന്നെ ഉയർത്തിയാൽ ഉയർത്തിയതാ, ആർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടി അടഞ്ഞ വഴികളെ എല്ലാം കർത്താവ് ഇന്ന് തുറന്നു തരാനായിട്ട് പോവുക. ശാപത്തിൻ്റെ സകല ചങ്ങലകളും കർത്താവ് പൊട്ടിക്കും. പാരമ്പര്യ ശാപങ്ങൾ, ഫാമിലി കേഴ്സസ്, ജനറേഷൻ കേഴ്സസ്, പാരമ്പര്യ ശാപങ്ങൾ, കുടുംബ ശാപങ്ങൾ,
മറ്റുള്ള വാക്കിലൂടെ വീണ ശാപങ്ങൾ എല്ലാം കർത്താവ് തോർക്കും. ഉറപ്പാണ്, കർത്താവ് വിടുതൽ തന്നേ വിടത്തുള്ളൂ. അത്ഭുത വഴികൾ നമുക്ക് വേണ്ടി കർത്താവ് ഇന്ന് തുറക്കും. നമ്മുടെ മേൽ അനുഗ്രഹം തടയപ്പെട്ടതിൻ്റെ മേഖല അതൊരു പക്ഷേ കുടുംബത്തിൽ സംഭവിച്ചാകാം, അല്ലെ മറ്റുള്ളവരുടെ വന്നതാകാം. ഏത് മേഖലയെന്ന് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വന്നാകാം. ഒരനുഭവം കൂടി ഞാൻ ഷെയർ ചെയ്യാം. തൃശ്ശൂരിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഒരു 4 വയസ്സുള്ള കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ആ കുഞ്ഞിൻ്റെ നടുവിന് ബലക്കുറവ്, കിടന്ന കിടപ്പിൽ കിടക്കത്തേ ഉള്ളൂ, സംസാരിക്കത്തൊന്നുമില്ല. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മെസ്സേജ് നൽകി. ഈ കുടുംബം കുട്ടിച്ചാത്തൻ സേവയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, ഈ കുട്ടിച്ചാത്തൻ സേവ അങ്ങനെയുള്ള കാര്യങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പരിപാടികൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? ഉടനെ അദ്ദേഹം ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വല്യപ്പന് കുട്ടിച്ചാത്തൻ സേവയുണ്ടായിരുന്നു. വീട്ടിൽ ഒരു മുറി അതിനുള്ളതായിരുന്നു. കുട്ടിച്ചാത്തൻ്റെ പരിപാടി സേവയൊക്കെ ആയിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയോ? വല്യപ്പൻ ചത്തുപോയി. ഇപ്പോൾ ഇതേ മക്കളെല്ലാവരും അനുഭവിക്കുക. അവരുടെ എല്ലാ കുടുംബങ്ങളിലും വൈകല്യമുള്ളൊരു കുഞ്ഞ്, നീ നടുവയ്യാത്ത കുഞ്ഞ്, സംസാരിക്കാത്ത കുഞ്ഞ്, അല്ലെങ്കിൽ വയ്യാത്തൊരു കുഞ്ഞ്, എല്ലാ കുടുംബങ്ങളിലും ഒരു കുട്ടി വയ്യാത്തതുണ്ട്, എല്ലാവരുടെയും കുടുംബങ്ങളിലും. വല്യപ്പൻ കുട്ടിച്ചാത്തൻ സേവയും പരിപാടിയൊക്കെ ആയിരുന്നു. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതൊക്കെ വരുത്തി വെക്കുന്ന, വിളിച്ചു വരുത്തുന്ന ശാപങ്ങളാണ് ഇതൊക്കെ. ആ മനുഷ്യൻ അല്ലെ തലമുറയായിട്ട് വാങ്ങിച്ചു വെക്കുന്ന ചില അനുഗ്രഹ തടസ്സങ്ങളായത്. എവിടെ പരിശ്രമിച്ചാലും തോൽവിയും പരാജയങ്ങളും മാത്രം. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ വലിയ നോമ്പിനൊക്കെ US ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ധ്യാനത്തിൽ ചെല്ലുമ്പോഴും നമ്മുടെ മലയാളികൾ അവർ സംസാരിക്കാനായിട്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ വരും. നാട്ടിൽ നിന്ന് അമേരിക്കയിൽ പോയി 10, 30, 25 വർഷമായിട്ടുള്ള പലരും ഇന്നും ദുഃഖവും ദുരിതവും കെടുതിയും രോഗങ്ങളും പ്രതികൂലങ്ങളുമാണ് പലർക്കും. അമേരിക്ക സ്വപ്നം കണ്ട് നല്ല രാജ്യമാണ്, നല്ല സമ്പത്തുണ്ട്, ജീവസൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നല്ലൊരു ശതമാനം ആളുകളിലും കണ്ണുനീരും വേദനയുടെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാറുള്ളത്. ഏതാനും വർഷം മുൻപ് അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടിയ ഒരു കാലം ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കരമീത്ത് പിടിക്കാവോ? അമേരിക്കയിലെ ബാങ്കുകളൊക്കെ പൊട്ടി. അവിടെ കരമീത്തുന്നുണ്ട്. ബാങ്കുകൾ പൊട്ടി, അനേകം പേരുടെ പണം പോയി. ആ സമയത്ത് ഞാൻ അവിടെ അമേരിക്ക ധ്യാനത്തിനുമ്പോൾ മലയാളികൾ അധ്വാനിച്ചുണ്ടാക്കി, വർഷങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ബാങ്കിലിട്ട ബാങ്കൊക്കെ പൊട്ടി. 10 വയസ്സായി മാർഗമില്ലാത്ത മലയാളികൾ എല്ലാം പോയി. ഈ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന് അധ്വാനിച്ച് ഇട്ട ബാങ്ക് തന്നെ പൊട്ടിപ്പോയി. എന്താ ഇതിൻ്റെ കാര്യം? ഇതൊന്നും ചുമ്മാ സംഭവിക്കുന്നതല്ല. ലോകത്തിൻ്റെ ഏത് കോണി പോയാലും ഇവിടെ ഒരു സംഭവം കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടഴിച്ചില്ലെങ്കിൽ എവിടെ ചെന്നാലും അതുമായിട്ടായിരിക്കും സംഭവം. അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇതിനെ നിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി ഡെലിവറൻസ് നടക്കാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.